ലോകം മുഴുവൻ അംഗീകരിച്ച കായിക ആയോധന കലയായ കരാത്തേക്ക് ഇന്ത്യയിൽ അവഗണന മാത്രമെന്നാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങ് കൊച്ചു കേരളത്തിലും കരാത്തെ പരിശീലനത്തിൽ കൗമാരവും യൗവനവും സജീവമാണെങ്കിലും ഒരു കായിക ഇനമായി സ്പോർട്സ് കൗൺസിൽ ഈ ഇനത്തെ അംഗീകരിച്ചിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ ബാസുകുരുക്കൾ വിത്തുപാകിയ കരാത്തെ സംസ്കാരത്തിന് ആരാധകർ ഒത്തിരിയുണ്ടെങ്കിലും അവഗണന മിച്ചമെന്നതാണ് ഈ രംഗത്തുള്ളവരുടെ ആവലാതി. കരാത്തെ എന്നാൽ ശൂന്യമായ കൈ എന്ന് അർത്ഥം. അവഗണന നൽകുന്ന ശൂന്യതയിൽ നിന്നും പൊരുതി കയറുവാൻ പഠിച്ചവരെന്നാവണം ഈ കലയ്ക്ക് ഇന്ത്യൻ പരിഭാഷ. കാരണം ജപ്പാനിൽ നിന്ന് 1975 കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കടൽ കടന്നെത്തിയ ഈ കായിക ആയോധന കലയെ ഇന്ന് താങ്ങി നിർത്തുന്നത് കൗമാരത്തിന്റെ കുതിപ്പും യൗവനങ്ങളുടെ ആവേശവും മാത്രമെന്ന് പറയാതെ വയ്യ. ഇതര രാജ്യങ്ങളിൽ വ്യാപക പ്രചാരം ലഭിച്ച ഈ കലയ്ക്ക് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടുകാലമായി ഭാരതത്തിൽ അവഗണനയുടെ കഥകൾ മാത്രമാണ് മിച്ചം. എന്താണ് കരാത്തെ എന്ന് തിരിച്ചറിഞ്ഞവൻ ഈ കലയെ ജീവനതുല്യം സ്നേഹിക്കുന്നതും ഇത്തരം കൂട്ടായ്മകളുടെ വാമൊഴികളും മാത്രമാണ് കരാത്തയെ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുവാൻ സഹായിച്ചിട്ടുള്ളത്. ഇങ്ങ് കേരളത്തിൽ എത്തുമ്പോൾ അവഗണനയുടെ കഥയിൽ അല്പം കൂടി മാറ്റം. കേരള സ്പോർട്സ് കൗൺസിൽ കരാത്തയെ ഒരു കായിക ഇനമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. വെസ്റ്റ് ഹില്ലിൽ പുരോഗമിക്കുന്ന 2 ദിവസത്തെ ഇൻസ്ട്രക്ടർ പരിശീലന ക്യാമ്പിൽ വെച്ച് തൈജിക്കാൻഡോ കരാട്ടെ മാർഷൽ ആർട്സിന്റെ ഇന്ത്യൻ ചീഫ് ഷാജി എസ് കൊട്ടാരം ഈ മേഖലയെ വിലയിരുത്തിയത് ഇങ്ങനെ: ഗവൺമെന്റ് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒളിമ്പിക് അസോസിയേഷനിൽ ശരിക്കും ഒരു പെർമനന്റ് മെമ്പറുമല്ല ഓൾ ഇന്ത്യ കരാട്ടെ ഫെഡറേഷൻ. ഒരു റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് മാത്രമാണ്. അത് മാറി അതൊരു പെർമനന്റ് മെമ്പർ ആവണം. സ്വന്തം ചെലവിലാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് മാറി ബാക്കി സ്പോർട്സ് പോലെ തന്നെ ഇതും പരിഗണിച്ച്, അതുപോലെ തന്നെ കേരള സ്പോർട്സ് കൗൺസിൽ, ഈ കേരളത്തിന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ കേരള സ്പോർട്സ് കൗൺസിൽ ഇതുവരെ കരാട്ടയ്ക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല. പക്ഷേ സ്കൂൾ ഗെയിംസിലുണ്ട്, നാഷണൽ ഗെയിംസിലുണ്ട്. വളരെ വിരോധാഭാസമാണ്. കാരണം സ്കൂൾ ഗെയിംസിൽ ഏഷ്യൻ ഗെയിംസിനുള്ള ഒരു സ്പോർട്സ് ഐറ്റം സ്പോർട്സ് അംഗീകരിച്ചില്ല എന്ന് പറയുന്നത് വളരെ വിരോധാഭാസമാണ്. കാരണം വെറും തെങ്ങേറ്റ അസോസിയേഷൻ ഉണ്ടാക്കിയാൽ അതിന് പോലും അഫിലിയേഷൻ കൊടുക്കുന്നതാണ് സ്പോർട്സ് കൗൺസിൽ. പക്ഷേ കരാട്ടയ്ക്ക് ഇതുവരെ അഫിലിയേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതും, അതുപോലെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക്, ഇതൊക്കെ. കോഴിക്കോട് ജില്ലയിൽ കരാത്തയുടെ വിത്തുപാകിയവരിൽ പ്രമുഖ സ്ഥാനം വാസുഗുരുക്കൾക്ക്. ഈ പരമ്പരയിലെ കൂട്ടായ്മ തൈജിക്കാൻഡോ കരാത്തെ മാർഷൽ ആർട്സ് രീതിയിൽ ഈ ആയോധന കലക്ക് ആളും അർത്ഥവും നൽകുമ്പോൾ കരാത്തെ പ്രായത്തിനും അതീതമാകുന്നു. കോഴിക്കോടൻ കരാത്തയിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം കൊണ്ട് സംഭവിച്ച മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജഗദീശൻ എന്ന 65-കാരൻ ഇൻസ്ട്രക്ടർ ഇന്നും ഈ രംഗത്ത് സജീവം. വളരെ കാലം മുമ്പ് ഉണ്ടായിരുന്നത് ഒരു ശാരീരികമായിട്ട് ഒരു ഫിറ്റ്നസ് ആകാൻ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇന്ന് അതല്ല. കുറച്ചു കാല പഠനത്തോട് കൂടിയിട്ട് ഒരു കൊട്ടേഷൻ സംഘമാകാൻ ആൾക്കാർ തയ്യാറാവുന്നുണ്ട്. അവിടുന്ന് എന്ത് ചെയ്യാൻ കരാട്ടെ ഒരു 6 മാസത്തെ പരിശീലനം കൊണ്ട് തന്നെ അവരൊരു സംഘം രൂപീകരിച്ച് പിന്നെ അവരെ അങ്ങനെ ഒരു തീരുമാനം. പണ്ടുണ്ടായിരുന്നത് സമാധാനമായിട്ട് ഏത് അക്രമത്തിന് എൻ്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന ഒരു അപകടം ഒരു എത്ര വലിയ എതിരാളിയായാലും ഞാൻ ചെയ്യുന്ന ഒരു പഞ്ചായത്ത് മാരകമായ രീതിയാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും അപകടങ്ങൾ ഒഴിവാക്കിയും കൊണ്ടാണ് പോകുന്നത്. ഇന്നത്തെ രീതി അതല്ല. പലപ്പോഴും അറിയാണ്ട് പലത്തിലും ചേർത്തിട്ട് മാരകമായ പരിക്കും പറ്റും. അതേമാതിരി മിക്കവാറും കുട്ടികളുടെ ഉദ്ദേശം കരാട്ട പഠിക്കുന്നത് വെറും ഓടും ഇഷ്ടിയും ഐസ് ബ്ലോക്കും പൊട്ടിക്കലല്ല. കരാട്ട എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ശാരീരികമായതും മാനസികമായ ധൈര്യം ഉണ്ടാകുമ്പോൾ ഏത് പേഴ്സൻ്റെയും നേടാനുള്ള തൻ്റെ ഇടം. അവിടെ അക്രമം ആവശ്യമുണ്ടെങ്കിൽ അത് അടിക്കാതെ മാത്രം, അല്ലാണ്ട് വെറുതെ അടിച്ച് പൊട്ടിച്ച് കയ്യും കാലും ഡാമേജ് ആയിട്ട് ഒത്തിരി പേരെന്നും പല അതിനോട് ഞങ്ങൾക്ക് ഇത്രയും കാലത്തെ പരിചയം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അവഗണനയിൽ വിരിഞ്ഞ ആവലാതികൾ ഏറെയുണ്ടെങ്കിലും കരാത്തെ രംഗം പ്രതീക്ഷയിലാണ്. സ്വയരക്ഷയ്ക്ക് എന്നതിലുപരി ഒരു കായിക ഇനമായി അംഗീകരിച്ചു കിട്ടുന്ന നല്ല നാളെയുടെ പ്രതീക്ഷ വാസുഗുരുക്കളുടെ മകനും ചീഫ് ഇൻസ്ട്രക്ടറുമായ വിജേഷ് പങ്കുവെക്കുന്നു. ഈ കരാത്തയുടെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ യുവതലമുറകളിൽ അർപ്പിതമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തുടർന്നിട്ട് സ്കൂളുകൾ മുതൽ പ്രാക്ടീസ് ചെയ്തു വന്നു. അത് നല്ല രീതിയിൽ അത് നല്ലൊരു സ്പോർട്സ് ആൻഡ് സ്പിരിറ്റോട് കൂടി കണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിന് വളരെയധികം നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണങ്ങളും കൂടി കിട്ടുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, കരാട്ടെ എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലത് മാത്രം ചെയ്യുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമായി വരും. നല്ലൊരു സമൂഹം സൃഷ്ടിക്കാനും ഈ കരാത്തേനെ കൊണ്ട് കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ പുരോഗമിക്കുന്ന ബ്രൗൺ ബ്ലാക്ക് ബെൽറ്റുകാരുടെ KU റോയ്, MV അബ്ദുള്ള, ബെന്നി ജോസഫ് എന്നിവരും നേതൃത്വം നൽകുന്നു. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും.
രാഹുൽ മക്കടക്കൊപ്പം രാജേഷ് പറമ്പിൽ, സ്പൈഡർനെറ്റ് ന്യൂസ്.